മാധ്യമസുഹൃത്തുക്കൾ, LCF എന്ന് പറയുന്നത് ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ ഫണ്ടിങ് ഏജൻസിയാണ്. അതായത് ചെറിയ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ അംഗസംഖ്യ കുറവായിരിക്കും. അവർക്കൊരു വലിയ പ്രോജക്റ്റ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇൻ്റർനാഷണൽ LCIF എന്ന് പറയുന്ന ഈ സാമ്പത്തിക സഹായ സ്ഥാപനം സ്ഥാപിച്ചത്. 1968 ഇത് സ്ഥാപിച്ചത്. ഈ വർഷങ്ങൾക്കിടയിൽ ഏകദേശം 1200 കോടി രൂപയുടെ പ്രോജക്റ്റുകൾക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഒരു വർഷം ഏകദേശം 300 കോടി രൂപ വിവിധ ലയൺസ് പ്രോജക്റ്റുകൾക്കായി നൽകി വരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശാസ്ത്ര രംഗത്ത് ഒരുപാട് പുരോഗതി ഉണ്ടാകുന്നുണ്ട്. മെഡിക്കൽ സയൻസിൽ പുതിയ എക്യുപ്മെൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ കുറേയധികം കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യമായി ചെയ്യുന്നു എങ്കിലും ഈ ഏറ്റവും പുതിയ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയും ഡിറ്റക്ഷനും അത് ഈ പാവപ്പെട്ടവരിൽ എത്തുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫക്റ്റ് മാറ്റാനായിട്ടാണ് നമ്മൾ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻ്റാണ്. അതായത് അത് വെച്ചിട്ട് നമുക്ക് രോഗനിർണയം നടത്താം, പരിശോധനകൾ നടത്താം, അതുകൂടാതെ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ സൗജന്യമായിട്ട് പാവപ്പെട്ടവർക്ക് നൽകുന്നു എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്തരം പരിപാടികളിൽ വ്യാപൃതരാകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോയിൽ ഒന്നാണ് വിഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് വിഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ നാളെ ഇനോഗ്രേറ്റ് ചെയ്യുന്ന അത് ഒരു ഫസ്റ്റ് ഫേസ് മാത്രമാണ്. സെക്കൻഡ് ഫേസും തേർഡ് ഫേസും വരും വർഷങ്ങളിൽ ഏകദേശം 2 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ടോട്ടലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നാളെ ഗവർണർ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, കേരള ഗവർണർ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലയൺസ് ക്ലബ്ബ് നിരന്തരം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളിൽ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ വളരെയധികം ഞങ്ങളെ സഹായിക്കാറുണ്ട്. ആ സഹായവും ആ സപ്പോർട്ടും കൂടുതൽ ഈ സേവന രംഗത്ത് ഞങ്ങളെ കൂടുതൽ കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. അപ്പോൾ പ്രിയങ്കരെല്ലാം നാളെ 4 മണിക്ക് 3:30 തന്നെ എത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആശ്രമം ഹാള്, ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റൽ, ശാസ്തമംഗലം, അതെ, അതിൻ്റെ ആശ്രമം ഹാളിലാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ആശ്രമം ഹാൾ. പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം. താങ്ക് യു.